ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മധുരമുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ സ്റ്റൗവിൽ പാൻ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കുക. ഈ ഒരു പലഹാരത്തിന് പല സ്ഥലത്തും പല പേര് കേട്ടോ. അപ്പോൾ പൊതുവായിട്ട് ഇതിന് എലാഞ്ചി എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നെയ്യ് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പച്ച തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ഒരു 1.5 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 1/4 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു തേങ്ങ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പഞ്ചസാര ഇതിലൊന്ന് മെൽറ്റായി കിട്ടുന്നത് വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. കൂടുതൽ റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവും, സോഫ്റ്റ് ആയിട്ട് കിട്ടൂല. ഇനി നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഈ തേങ്ങയിൽ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര മതി. ഇനി നിങ്ങൾക്ക് നെയ്യില്ലെങ്കിൽ നെയ്യിന് പകരം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇതിൽ ചേർക്കരുത്. വെളിച്ചെണ്ണ ചേർത്ത ഒരു ചുവയായിരിക്കും. അപ്പോൾ എത്ര മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പോളം വെള്ളം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദപ്പൊടി അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കോഴിമുട്ടയാണ്. 1 കപ്പ് മൈദപ്പൊടിക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കോഴിമുട്ട ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുട്ട ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയുടെ ചുവയൊന്നും ഉണ്ടാവില്ല, നല്ലൊരു കളർ കിട്ടും. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മിക്സിയിൽ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൂസിൽ തന്നെ എന്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ നീർദോശക്കൊക്കെ ഉണ്ടാക്കണ അത്ര ലൂസ് വേണ്ട, അതിനേക്കാളും കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ്. നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. മസാല ദോശക്കൊക്കെ ദോശ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് ഇപ്പോൾ ചെറുതായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. മുട്ടയൊക്കെ ചേർത്താലേ, അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കൂടുതൽ നേരം ആക്കണ്ട, അപ്പോൾ ഒന്ന് കട്ടിയായി പോകും. അത് ഇതിൻ്റെ ഒരു സോഫ്റ്റ് ഉള്ളത് പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. അപ്പോൾ തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ ചൂടോടുകൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫില്ലിങ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ടൈറ്റായിട്ട് തന്നെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഇത് ചൂടോടുകൂടെ തന്നെ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഒട്ടി കിട്ടും. ഇതിന് വേറെ ഒന്നും നമ്മൾ ചേർക്കണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതൊന്ന് ഒട്ടിയിട്ടിരിക്കും. അപ്പോൾ അത് ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കും. അപ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും. പക്ഷേ മൈദ വെച്ചിട്ട് ചെയ്യുന്ന അത്ര ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല. കഴിക്കാനൊരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ്ങിന് സ്നാക്സ് ഒന്നും തയ്യാറാക്കാനില്ലെങ്കിൽ മൈദയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.